LDFന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയതെന്ന് NK പ്രേമചന്ദ്രൻ MP. ഇനി വരുന്നത് RSPയുടെ പ്രതാപകാലമാണ്. തർക്കങ്ങളില്ലാതെ UDF മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും NK പ്രേമചന്ദ്രൻ 24നോട് പറഞ്ഞു. കണ്ണൂരിനേക്കാൾ ഒരുപക്ഷെ LDF ഇടത് കോട്ട എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്ന കൊല്ലം ജില്ല മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഇടത് കോട്ട തകർന്നിരിക്കുകയാണ്. UDF വലിയ മുന്നേറ്റമാണ് ജില്ലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP ആണ് 24നൊപ്പം ഇപ്പോൾ ചേരുന്നത്. വലിയ മുന്നേറ്റമാണ് UDF കാഴ്ചവെച്ചിരിക്കുന്നത്. 8 സീറ്റുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു തുടർച്ചയാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയാണ് സത്യത്തിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ UDF കൈവരിച്ചു. 11 സീറ്റുകളിൽ 3 സീറ്റ് ഒഴികെ ബാക്കി 8 സീറ്റുകളിലും അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടെ UDFന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്ന് പറയുന്നത് സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലൊന്നും ഒരിക്കലും കരഗതമായി ഇല്ലാത്ത ഉജ്ജ്വലമായ വിജയമാണ് UDF കൊല്ലം ജില്ലയിൽ കൈവരിച്ചത്. അഭിമാനകരമായ ഒരു തിരിച്ചുവരവ് RSP നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിസൾട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ. തീർച്ചയായും RSPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ RSPക്ക് കേവലമായ പ്രാതിനിധ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷവും അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അതിശക്തമായ ഒരു തിരിച്ചുവരവ് ഐക്യ ജനാധിപത്യ മുന്നണിയിലൂടെ RSPയുടെ അതിശക്തമായ തിരിച്ചുവരവിന് വഴിതെളിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ആരാകും ഞങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. ടീം UDFന്റെ ക്യാപ്റ്റൻ ആരാകും എന്നുള്ള ചോദ്യമാകും വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രസക്തം. ടീം UDFന്റെ ക്യാപ്റ്റനെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള പാർട്ടി എന്ന നിലയിലും ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആരായിരിക്കണം ടീം UDFന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നിഷ്പ്രയാസം, ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ആ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ എടുക്കുമെന്നതിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ വരുന്നതിലെ സന്തോഷമുണ്ട്. അതുകൂടാതെ കൊല്ലം ജില്ലയിൽ RSP പഴയ പ്രതാപം കൈവരിക്കുന്നതിന്റെ വലിയ ആവേശവും ഉണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.